ബേനച്ചി നവീനും സാലഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞു. അതെ, അത് അങ്ങനെയല്ല പറഞ്ഞ ഹെൽത്തി ചിക്കൻ സാലഡ്. അതൊരു നവീൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന അല്ല, ഇപ്പൊ വെയിറ്റ് ഒന്ന് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. എന്റെ വെയിറ്റ് ചിക്കൻ കഴിച്ച് കുറച്ചു. ചിക്കനാണ് കൂടുതൽ കഴിക്കുന്നത്. ചിക്കൻ എഗ്സ് കഴിക്കുന്നത്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ ജങ്ക് ഫുഡ് ഒരിടക്ക് ജങ്ക് ഫുഡ് ആയിരുന്നു. അപ്പൊ വെയിറ്റ് കുറച്ചൊരു 5 kg ഇപ്പൊ കുറഞ്ഞു. എത്ര കിലോ ഉണ്ട് ഇപ്പൊ 85. 90 ഉണ്ടായിരുന്ന. അതെ, എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഇതിനെ ഹെൽത്തി ചിക്കൻ സാലഡ് എന്ന് വിളിച്ചത്? ചിക്കൻ ഇസ് ഓൾവേസ് ഹെൽത്തി. ചിക്കൻ എപ്പോഴും ഓടി നടക്കും, നല്ല ഹെൽത്തി ആണ്. അതിനെ വെട്ടിയിട്ട് നമ്മൾ സാലഡ് ആക്കും. ഹെൽത്തി സാലഡ്സ് എപ്പോഴും ഹെൽത്തി അല്ലേ? ഹെൽത്തി എന്ന് വിളിച്ചത് ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് മയോണൈസും ഗ്രീക്ക് യോഗട്ട് ഉപയോഗിച്ചെങ്കിലും അതും 0 കാലറി ഭയങ്കര കുറഞ്ഞിട്ടുള്ളതാണ് ഉപയോഗിച്ചത്. അതെ 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 അതെ. അപ്പൊ അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇതല്ലല്ലോ. അങ്ങനെയൊക്കെ അങ്ങനെയല്ല അനീഷേട്ടാ, ഒരുപാട് കാലറീസ് ആഡ് ചെയ്യണ്ടല്ലോ. ഇത് എത്ര കാലറി ആണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്? അയ്യോ, അതിനെ കുറിച്ച് എനിക്ക് ഈ സാലഡ് ഒരു പോർഷൻ എത്രയായിട്ടാ കഴിക്കണ്ടേ? അതും അറിയില്ല. ഹെൽത്തി ചിക്കൻ സാലഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചോദിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും. ഇത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യുസീനെ ബേസ് ചെയ്തിട്ടാണോ? അതായത് ഇത് ഇറ്റാലിയൻ സാലഡാണോ? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാലഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു സാലഡ് ഞാൻ ഉണ്ടാക്കാത്തതായിട്ട് കണ്ടു. അതിനകത്ത് വൃത്തിയൊന്നുമില്ല, ഹെൽത്തി ചിക്കൻ സാലഡ് മാത്രമേ ഇത്. പക്ഷെ നല്ല മില്യൺ വ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബേസിക്കലി ഒരു സാലഡ് നമ്മൾ ഡ്രസ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രഷ്നെസ് ലൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളും കഴിവതും ആഡ് ചെയ്യാതെ നോക്കണം. നമ്മൾ ചിക്കൻ സാലഡ് കഴിക്കുമ്പം നമുക്ക് എപ്പോഴും ഓവർ പവർ ചെയ്ത് നിൽക്കേണ്ടതില്ല. നമ്മൾ വായിൽ നിൽക്കേണ്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ സാലഡ് എന്നാണ് വിളിച്ചത്. ഇതിപ്പോൾ സെലറി കയറി കടിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് സാലഡോ ഒരു ഇറ്റാലിയൻ സാലഡോ ഒക്കെ ബേസിക്കലി ചെയ്യുമ്പം ആദ്യം അവോയ്ഡ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് അണിയൻസ്. കാരണം ഇംഗ്ലീഷുകാർ പൊതുവേ ബേസിക്കലി നാപ്കിൻ ഉപയോഗിച്ചാണ് പോകുന്നത്. ഒരു പ്രത്യേകിച്ച് എപ്പോഴും വാ കഴുകുക അങ്ങനെയുള്ള പ്രത്യേകതകളില്ല. അപ്പോൾ അവർക്ക് സ്റ്റിങ്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അവരുടെ ഫുഡ് എപ്പോഴും ലൈറ്റായിരിക്കും. പക്ഷെ ഇതിൽ ഈ സാധനങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു ചിക്കൻ സാലഡ് ചെയ്യുമ്പം നമുക്ക് മില്യൺ വ്യൂസ് ഉണ്ട്, എല്ലാം കറക്റ്റായിരിക്കാം. നമ്മൾ സാലഡ് പ്രസൻറ്റ് ചെയ്യുമ്പം അത് കഴിക്കുന്ന ആൾക്ക് വായിൽ നിൽക്കേണ്ടത് ബേസിക്കലി നിൽക്കേണ്ടത് ആ ചിക്കനാണ്. പിന്നെ അതിനെ നമുക്ക് ക്രീമി ചെയ്യാം. ഇപ്പോൾ ഒരു ഹെൽത്തി ബേസ് ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും ആ സാലഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ മൗത്ത് സ്റ്റിങ്ക് ചെയ്യാതെ കഴിവതും നോക്കേണ്ട രീതിയിൽ സാലഡ് പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. കൊള്ളാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.